ദൈവത്തെ ആരാധിക്കുന്ന ദൈവിക ഭവനങ്ങൾ ഉണ്ടായിരുന്നു. യഹോവയായ ദൈവം വെയിലാകുന്ന സമയത്ത് ഏതൊക്കെ പ്രതിസായിട്ട് വരുമ്പോൾ ആദാം ഹവ്വായും ഓടിച്ചെന്ന് ദൈവത്തിന് എതിരേൽക്കുകയും സമയങ്ങളും ദീർഘസമയം ദൈവിക സംസർഗം അവരനുഭവിക്കുകയും ആ ആശ്വാസം, ആ സന്തോഷവും, ആ മനസ്സുകൊണ്ടുള്ളായിരിക്കുന്ന ആരാധനയും അവിടെ ശക്തമായിരിക്കുന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് കുടുംബങ്ങളിൽ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ആദരിക്കുന്ന, ദൈവത്തിന്റെ ദൂതുവാക്കളായി നിൽക്കുന്ന കുടുംബങ്ങൾ ഭൂമിയിൽ ഉടലെടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവിക ഭവനങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം വിവാഹ കർമ്മത്തിൽ കൂടെ കുടുംബത്തെ സംയോജിപ്പിക്കുന്നത്. ഈ ദൈവിക പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതം പരാജയമായിട്ട് അത് വലിയ കലുഷിതമായി വരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ശതമാനക്കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്ന കുടുംബജീവിതം വളരെ ചുരുക്കമാണ്. പെന്തക്കോസ്തുകാർക്കിടയിൽ പേര് പറയാൻ കേട്ടിട്ടില്ലാത്ത വിവാഹമോചനം, ഡൈവോഴ്സ് എന്നായിരിക്കുന്ന പദം വളരെ അതിസങ്കീർണമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു വലിയ വിവാഹങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമായിട്ടാണ് ഈ പദത്തെ പലരും ഉപയോഗിക്കുന്നത്. ഒരു ഭീഷണി. ഞാനിപ്പോ 75 വയസ്സുള്ള ഒരു വല്യപ്പനും ഒരു വല്യമ്മയും 73 വയസ്സുള്ള ഒരു വല്യപ്പനും വല്യമ്മയുടെ കുടുംബ പ്രശ്നം തീർക്കാൻ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ ഉപേക്ഷിക്കും. ഞാൻ ചിത്രം കഥയായിട്ട് അതൊന്നും ചെയ്യാത്തത്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ അവിടെ തെറ്റിപ്പോയി. ദൈവം പറയുന്നത് വിവാഹത്താൽ സംയോജിക്കപ്പെട്ടിരിക്കുന്ന ഭാര്യ ഭർത്താവും മരണത്താലല്ലാതെ വേർപിരിയുവാൻ പാടില്ല. പരീക്ഷന്മാർ കർത്താവിന്റെ അടുക്കൽ ചോദിച്ചു, ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാം? കർത്താവ് പറഞ്ഞു, ഒരു കാരണവും ചൊല്ലി ഉപേക്ഷിക്കാൻ പാടില്ല. അതിനൊരു കാരണമില്ല. ഭർത്താവിന് ഭാര്യ ഉപേക്ഷിപ്പാനോ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിപ്പാനോ ഒരു വാക്കുകൾ, ഒരു കാരണവും വേദപുസ്തകത്തിലില്ല, ദൈവം ഭാഗ്യമില്ല. അവിടെ ബലഹീനതയുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും, പോരായ്മയുണ്ടാകും. അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും വഹിച്ചും മനഃപൂർവ്വമാണ്. ആദാം അങ്ങനെയാണോ ചെയ്യുന്നത്? ആദാമിനാണ് ഏറ്റവും തക്കതായ ഒരു കാരണം കിട്ടിയത്. ഹവ്വായെ ഉപേക്ഷിക്കാൻ ഏറ്റവും തക്കതായ ഒരു കാരണം കിട്ടിയത്. അവനെ അനുസരിക്കാതെ പോയി പാമ്പ് വഞ്ചിച്ചെന്ന് പറഞ്ഞ് കൽപ്പനാലംഘനം നടത്തി കഴിഞ്ഞപ്പോ അവിടെ വേണമെങ്കിൽ ഇന്നത്തെ കാലത്തെ ചിന്താഗതിയാണെങ്കിൽ, പക്ഷെ അങ്ങനെ ഒരു വകുപ്പ് വേദപുസ്തകത്തില്ലാത്തതുകൊണ്ട് ആദാം അത് മുഴുവൻ സഹിക്കുകയാണ്. ആർക്ക് വേണ്ടി? തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി, തൻ്റെ കാന്തയ്ക്ക് വേണ്ടി, തൻ്റെ ശരീരത്തിന്റെ ഭാഗമായ, ആത്മാവിന്റെ ഭാഗമായ, ജീവന്റെ ഭാഗമായ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അതിനേക്കാൾ ശ്രേഷ്ഠമായ പല നേട്ടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മനസ്സോടുകൂടി ഉപേക്ഷിച്ച് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വേദപുസ്തക ഭാഷ പറഞ്ഞത്. കർത്താവായ തന്റെ കാന്തയ്ക്ക് വേണ്ടി, തന്റെ സഭയ്ക്ക് വേണ്ടി താൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്വർഗത്തുള്ള സകല മഹിമകൾ വെടിഞ്ഞ് താഴ്ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ക്രൂശുകളെത്താൻ അത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചിരിക്കുന്ന തന്റെ സഭയ്ക്ക് വേണ്ടി അവൻ സകലതും ഉപേക്ഷിച്ചു. ആ സഭയോട് ക്ഷമിച്ചു, പുറത്തു, സ്നേഹിച്ചു, കരുതി. അതാണ് മാതൃകയായിട്ട് ചെയ്തത്. ആകെ കുടുംബ ജീവിതത്തിൽ ക്ഷമിച്ചും സഹിച്ചും പുറത്തും അതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ സർവശക്തനായ കർത്താവിനോട് പ്രാർത്ഥിച്ചു ധന്യമായിരിക്കുന്ന കുടുംബജീവിതത്തിന്റെ ഉടമകളായി മാറേണ്ടതിനെ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സശ്രദ്ധം കേട്ടതായിരിക്കും സദസ്സിനോടും അവസരമൊരുക്കുന്നതായിരിക്കുന്ന ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്ന കർത്താവിന് ധാരാളമായി അനുഗ്രഹിക്കുവാണ്. കർത്തദാസനോട് ദൈവം സംസാരിക്കാനുള്ളത് ഡോക്ടർ കെ പി ജോർജ് കുട്ടി, ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി അധ്യാപകൻ കൂടിയാണ്. തുടർന്ന് കർത്തദാസൻ ദൈവം സംസാരിക്കുന്ന ദൈവദാസൻ. കർത്താവിന് സ്തോത്രം. ഈ വിവാഹ ശുശ്രൂഷയിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കാനായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്തൃത്യം ശരഫുരക്ഷ ചർച്ചിന് കോട്ടയത്തും ഗാന്ധിയിലുമായ രീതിയിൽ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രിയ സൂസനോടുകൂടി കടന്നു വന്ന കർത്താവിന്റെ ദാസൻ, വേദിയിലും സദസ്യരുമായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, ഷാലു, സൂസൻ, പ്രിയ അച്ചായ മാമ, മകൻ അബിയ, ബെബിൻ കുഞ്ഞ്, സൂസൻ്റെ അമ്മ, ചേച്ചി, ജ്യേഷ്ഠൻ, കുഞ്ഞുങ്ങൾ,
ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് കടന്നു വന്ന എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഷാലുവിനെ എനിക്ക് ദീർഘവർഷങ്ങളെ പരിചയമുണ്ട്. എങ്കിലും ഇവിടെ ഇരിക്കുന്ന പല ദൈവകരിതാസ് പാസ്റ്ററയോ അല്ലെ ജോസ് പാസ്റ്ററയോ അത്രയും ദീർഘനാളത്തെ പരിചയമില്ലെങ്കിലും ആദ്യം ഞാൻ ഷാലുവിനെ പരിചയപ്പെടുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ്. ഞാൻ അധ്യാപകനും അദ്ദേഹം വിദ്യാർത്ഥിയുമായിരുന്നു. പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ ഒന്നിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് തന്ന നിമിത്തം തന്നെ ഈ കുടുംബമായിട്ട് നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ കർത്താവ് അവസരം നൽകി. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്തൃഭൃത്യന്മാരെ ബഹുമാനിക്കുന്ന, കർത്തൃവേലയെ മാനിക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ ഷാലുവിൻ്റെ കുടുംബം. ഷാലു നല്ലൊരു പ്രഭാഷകനാണ്. മലയാള ഭാഷയിൽ നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ കഴിവുള്ള ടാലൻ്റായിട്ടുള്ള ദേവദാസനാണ് ഷാലു. വ്യക്തികളുമായിട്ട് വളരെ വേഗത്തിൽ ബന്ധം സ്ഥാപിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഷാലു. തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ ഈ സമയത്ത് പ്രിയ സൂസനും സന്തോഷത്തോടെ ആയിരിക്കുന്ന ഈ ദിവസം നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഞാൻ ഷാലുവിനെയും സൂസനെയും അഭിനന്ദിച്ച് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് മുൻപായി ദൈവത്തിൻ്റെ വചനം സംസാരിച്ച കർത്തൃഭൃത്യൻ വിവാഹം ആരംഭിച്ചതിനെ കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്ന കർത്തവ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സവിസ്തരം അദ്ദേഹം പ്രസ്താവിച്ചു. ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. വിവാഹം, ആ വാക്കിന്റെ അർത്ഥം തന്നെ വിശുദ്ധമായൊരു വഹനമാണ്. അതിന് തത്തുല്യമായ മറ്റൊരു പദം കുടുംബം എന്നുള്ളത്. കുടുംബം, ഇമ്പമുണ്ടാകുന്ന ഇടം. രണ്ട് വാക്കുകൾക്കും വളരെ പ്രസക്തിയുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടി വരുമ്പോൾ ഇമ്പമുണ്ടാകണം, കലഹമല്ല, പിണക്കമല്ല, സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം, പങ്കുവയ്ക്കലുണ്ടാകണം. അതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഹോളി മാട്രിമണി എന്ന്, വിശുദ്ധ വിവാഹമെന്ന് പറയുമെങ്കിലും ഇത് വിശുദ്ധമായിട്ടുള്ളൊരു വഹനമാണ്. അവർ രണ്ടുപേരും ഈ സമയം വരെ ഇനി ഒരു 30 മിനിറ്റൂടെ ബാച്ചിലേഴ്സ് ആയിട്ട് അവരുടെ ഫ്രീ തിങ്കിങ്ങിൽ ഇഷ്ടംപോലെ നടന്നിടത്തുനിന്ന് മറ്റൊരു ഭാരം കൂടെ തോളിലേക്ക് എടുത്തു വെക്കാൻ, അത് വിശുദ്ധമാണെന്ന് തിരിച്ചറിയാനും ആ വിശുദ്ധമായ നിലയിൽ അന്യോന്യം ഭാരം വഹിക്കാനും കർത്താവിന്റെ ദാസൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ദൈവം അവന് തക്ക തുണയെ, ഹെൽപ്മേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. തക്ക തുണ, ഹെൽപ്മേറ്റ്, അന്യോന്യം വഹിക്കാൻ പറ്റുന്ന, അന്യോന്യം സഹായിക്കാൻ പറ്റുന്ന, താങ്ങാൻ പറ്റുന്ന ഒരിടം. കൃത്യകൃത്യം വളരെ കൃത്യമായിട്ട് മകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു വിശ്രാമമാണ്, റെസ്റ്റ് പ്ലേസ് ആണ്. പക്ഷെ അതേ സമയം തന്നെ പരസ്പരം കൈത്താങ്ങൽ കൊടുക്കാൻ, പരസ്പരം കരം പിടിക്കാൻ, ക്ഷീണിച്ചു പോകുമ്പോൾ താങ്ങാനുള്ളൊരിടമാണ് കുടുംബം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത്. ഷാലുവിന്റെ പപ്പയ്ക്ക് തനിക്ക് ചെറുപ്പത്തിലുണ്ടായ പ്രശ്ന നിമിത്തം ഒരു വൈകല്യത്തോടാണ് താന് ഈ ജീവിതത്തിൽ ഈ ഭാരം മുഴുവൻ വഹിച്ചത്. 3 കുഞ്ഞുങ്ങളെ വളർത്തിയത്. ഇപ്പൊ ഷാലുവിനോട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഷാലുവിന്റെ അമ്മ അപ്പന്റെ ആ പോരായ്മയോട് തീർത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് നടന്ന് തനിക്കൊരു ഊന്നുപടിയായിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ചോദിച്ചാൽ ഒരു സപ്പോർട്ട്. അപ്പം തന്റെ ലൈഫിന്റെ ഊന്നുപടി എന്ന് പറയുന്നത് തന്റെ കുടുംബിനിയായിരുന്നു. അതാണ് തക്ക തുണ എന്ന് പറയുന്നത്. സൗകര്യമുള്ളപ്പോൾ, സന്തോഷമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ കൂടെ ഇരിക്കുകയും ആ ഒരു ഇമ്പം കഴിയുമ്പോൾ, ആവേശം കഴിയുമ്പോൾ പുറത്തെറിഞ്ഞ് കളയുന്നതല്ല കുടുംബജീവിതം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശുദ്ധമായ ഒരു വഹനമാണിത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ചില മാസങ്ങളായി, ദീർഘനാളുകൾ ഇപ്പോഴത്തെ പരിചയം ഫോണിലൂടെയുള്ളതോ അല്ലെങ്കിൽ കണ്ട് സംസാരിച്ചതോ ഉണ്ടാകാം. പക്ഷെ അവിടത്തിനപ്പുറത്തേക്ക് ഒരു തലമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏത് മനുഷ്യൻ പറയും ചായക്കാരൻ വരും. ചായക്കാരൻ വരുന്ന
അവൻ പറയുന്നത് അച്ഛാ ഷാലിജ ഒരു കുടിക്കച്ച, ഹി ഹാസ് എ ബിസിനസ് പർപ്പസ്. പക്ഷേ ഫാമിലിയിൽ ചെല്ലുമ്പോൾ എൻ്റെ വൈഫ്, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 2 ദിവസം മുമ്പ്, ചായ വേണോ? എന്നാ വേണ്ട, തമിഴ്നാട്. ഇതിനകത്ത് അഭിനയങ്ങളോ അതല്ലെങ്കിൽ നിർബന്ധങ്ങളൊന്നുമില്ല. ജീവിതം പച്ചയായിട്ട് ജീവിക്കുന്നൊരിടമാണ് കുടുംബം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ദൈവശാസ്ത്രപരമായ തലത്തിലേക്ക് ഞാൻ അവകാശപ്പെടാം. കുടുംബജീവിതത്തിൽ കർത്തൃഭ്യൻ പറഞ്ഞു, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കുടുംബജീവിതമാണ്. വാഹനമൊക്കെ ഏത് ടയർ പഞ്ചറായാലും പ്രശ്നം നമുക്ക് മാറ്റാം, ഹാർട്ട് പ്രശ്നമായാലും മാറ്റാം, കരളിന്റെ പ്രശ്നം ഉണ്ടായാലും മാറ്റാം. പിന്നെ ആൾക്കാർ പറയുന്നത് തലയിൽ വേണമെങ്കിൽ മാറ്റി വെച്ചിരുന്നത് പറയുന്നത് ശരിയാണ് പറഞ്ഞുകൂടാ. ഏത് മെഷീനും ഏത് പ്രശ്നമുണ്ടായാലും റീപ്ലേസ്മെന്റ്. കടയിൽ പോയി ഷാലു ഒരു സൂട്ട് എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് അന്നേരം അച്ഛനും അമ്മയും എല്ലാവരും കൂടെ നോക്കിയിട്ടും ചെറിയൊരു പ്രശ്നം. He can go straight back to the shop and tell them I need a replacement. പക്ഷെ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരിടം. ഞാൻ ചെറിയൊരു ഉദാഹരണം, ഒരു സംഭവം ഞാൻ ദീർഘമായി സംസാരിക്കില്ല. കർത്തൃഭ്യൻ ജോസ് പാസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്നുചേർന്നു. എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ കൂടെ മണക്കാല സെമിനാരിയിൽ പഠിച്ച ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ 2 പെണ്ണന്മാരിൽ ഇളയ സിസ്റ്റർ അവളെ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ വളരെ നല്ല എന്താ പറയുക, സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നല്ല അടുത്ത ബന്ധമാണ്. ബിന്ദുവിന് ഒരു വിവാഹം വേണം. അപ്പൊ എനിക്കറിയാവുന്ന ഒരു ചർച്ചക്കോട്ട് ദൈവദാസന്റെ മകനുമായിട്ട് അദ്ദേഹവും സൗദിയിലായിരുന്നു. അദ്ദേഹമായിട്ട് വിവാഹം ആലോചിച്ചു. വിവാഹം നടന്നു. ഞാൻ വിവാഹത്തിന് പങ്കെടുത്തു. അവൾ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് സൗദിക്ക് പോയി. ആ കാലഘട്ടത്തിൽ തന്നെ അവള് ഗർഭിണിയായി. 8 മാസമായപ്പോൾ അവൾ തിരികെ വന്നു. കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ഞങ്ങളന്ന് ചെന്നൈയിൽ പാർക്കുന്ന സമയമാണ്. ഞങ്ങളുടെ ഒറ്റ റൂമിൽ ആങ്ങളെയും പെങ്ങളും കൂടെ വന്ന് അവിടെ പാർത്തു. ഞാനും എൻ്റെ വൈഫോടുള്ള സമയത്ത് അന്ന് അവൾ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ശാരീരികമായിട്ട് പ്രശ്നമുണ്ടായി. അവൾ തിരികെ വന്നു. അന്ന് മുതൽ ഇന്ന മോനൊരു 18 വയസ്സിലാണ്. ഇപ്പോഴും ആ മകൻ കിടപ്പിലാണ്. അവർ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരെന്നുള്ള ഈ ലോകം നോക്കുന്ന ആ ഒരു ബയോളജിക്കൽ നീഡ് അവരങ്ങനെ ജീവിച്ചത് 1 മാസം. പാസ്റ്ററായതിന്റെ പിതാവും ഈ പെൺകുട്ടിയുടെ അപ്പനും പെൺകുട്ടിയുടെ ആണുള്ള പാസ്റ്ററാണ്. അവരെല്ലാവരും ഇവനെ നിർബന്ധിച്ചു, മോനെ അവളിനെയും നിനക്ക് പ്രയോജനം ചെയ്യില്ല, യു ഗോ ഫോർ എ മാരേജ്. അവൻ പറഞ്ഞൊരു വാക്ക്, ദൈവമാണ് യോജിപ്പിച്ചത്, ദൈവത്തെ മരണത്താലല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു വേർതിരിവുണ്ടാകില്ല. ഞാൻ കുടുംബബന്ധത്തിന്റെ ബന്ധത്തെക്കുറിച്ച് പറയാൻ പറയുന്നത്, കർത്താവ് നിങ്ങൾ നോക്കിയുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, അവൻ ഷാലുവിന് തക്ക തുണ ഉണ്ടാക്കാനായിട്ട് ഷാലുവിന് ഉറക്കം കൊടുത്തിട്ട് വാരിയിലൊന്നെടുത്ത് അസ്ഥിയിലൊന്നെടുത്ത് അതിന് ജീവൻ പിടിപ്പിച്ചു. അതാണ് സൂസൻ എന്ന് പറയുന്നത്. റീപ്ലേസ് ചെയ്യാം, ഹാർട്ട് റീപ്ലേസ് ചെയ്യാം, കരൾ റീപ്ലേസ് ചെയ്യാം, കണ്ണ് റീപ്ലേസ് ചെയ്യാം, നമുക്ക് നമ്മുടെ മുഖം രൂപമാറ്റം വരുത്താം. പക്ഷെ അസ്ഥിക്ക് പിടിച്ചാൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. അസ്ഥിയോട് ചേരുന്നതാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഒരു കാരണത്താലും മുറിച്ചു മാറ്റുകയല്ലാതെ there is no other option. ഒരു ഓപ്ഷനുമില്ല. അത് തിരിച്ചറിയണം. കാരണം ദൈവത്താലാണ് കുടുംബത്തെ യോജിപ്പിക്കപ്പെടുന്നത്. ദൈവമാണ് ഇതിനെ സ്ഥാപിച്ചത്. ഇത് വിശുദ്ധമാണ്. അടുത്തൊരു തരത്തിലൂടെ വന്ന് ഞാൻ മുമ്പിലേക്ക് പോകാം. ദൈവമാണ് യോജിപ്പിച്ചത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, വെയിലാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വരും. എന്തിനറിയാമോ? ഷാലുവും സൂസനും സുഖമായിരിക്കുന്നത് ചോദിക്കാൻ. ഓക്കെ, കാരണം ഇവർ രണ്ടും കൂടെ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വന്ന് ചോദിക്കും, ഷാലു ഓക്കെ, സൂസൻ ഓക്കെ. അത് ഞാൻ പറഞ്ഞെന്തെന്നറിയാമോ? എൻ്റെ കേൾവിക്കാരായ ഈ വിവാഹ ശുശ്രൂഷയിൽ ഇതിനെ വിറ്റ്നസ് ചെയ്യാനായി കിടന്നു നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിന്റെ എല്ലാ സന്ധിയിലും സ്വർഗം വിട്ട് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. ഓരോ വെയിലാകുമ്പോഴും ജീവിതത്തിൽ സൂര്യപ്രകാശം നഷ്ടപ്പെട്ട സന്ധ്യകൾ ഉണ്ടാകുമ്പോൾ ആ സന്ധ്യയെ പ്രകാശിപ്പിക്കാനായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു മാത്രമാണ്.
അത് പണിഞ്ഞത് അവനായതുകൊണ്ട്, ഒന്നിച്ചു ചേർത്തതും അവനായതുകൊണ്ട് അതിന്റെ ഇഴവുകളെ മാറ്റാനുള്ള ഉത്തരവാദിത്വവും ആ കർത്താവിന് തന്നെയാണ്. ഏത് വസ്തുവും നിർമ്മിച്ചവനാണ് അതിനെ റിപ്പയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം. മക്കളോട് ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ഒക്കെ സ്വരച്ചേർച്ചകൾ ഇല്ല, ചേർച്ച ഇല്ലാതെ വരുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം, സത്യം ഉണ്ടാക്കുമ്പോൾ അവൻ വരുമെന്ന് തിരിച്ചറിയാൻ അവനോട് പറ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണം. എൻ്റെ കേൾവിക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപക്ഷെ പ്രേമിച്ച് കെട്ടിയതാകാം, മാതാപിതാക്കന്മാർ വധുവരന്മാരെ അന്വേഷിച്ച് കണ്ടെത്തിയതാകാം, ഫേസ്ബുക്കിൽ കണ്ടെത്തിയതാകാം. എന്താണെങ്കിലും വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. എവിടെയെങ്കിലും ഒക്കെ താളപ്പിഴകൾ ഉണ്ടാകുന്നെങ്കിൽ, പണിഞ്ഞിട്ടും പണി ശരിയാകാതെ വരുന്നെങ്കിൽ ഈ പകൽ തിരിച്ചറി, നിന്റെ സന്ധിയിൽ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പറഞ്ഞാൽ അതിനെ നന്നാക്കി തരാനായിട്ട് കഴിയും. വക്കീലിനല്ല അതിന്റെ ഉത്തരവാദിത്വം, ജഡ്ജിക്കുമല്ല. നന്നാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ മുൻപാകെ മുട്ടുമടക്കാൻ പറ്റണം. ഓരോ പ്രശ്നങ്ങളിലും, ഓരോ സന്ധ്യയിലും ഒരിറ്റു കണ്ണുനീർ അവന്റെ മുൻപിൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ സന്ധ്യയിൽ ഇറങ്ങി വന്നിട്ട് പറയും, നിന്റെ നഗ്നത മാറ്റാനായിട്ട് ഞാൻ ഒരു ഉടുപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സുവിശേഷകർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെങ്കിലും പണി അലങ്കോലമായി പോയി, ഞാൻ പണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്കോട് ചേർത്ത് പറയാം. ഈ ഒരു ഓഡിറ്റോറിയം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ വിവാഹത്തിലാണ് ഞാൻ വരുന്നത്. ഈ ഓഡിറ്റോറിയം പണിത് ദീർഘനാളുകളുടെ അധ്വാനം കൊണ്ട്, ഒരു എഞ്ചിനീയറുടെ മാസ്റ്റർ പ്ലാൻ കൊണ്ട്, അനവധി ആൾക്കാരുടെ പണി, അധ്വാനം, ദീർഘനാളത്തെ അധ്വാനം. പൊളിക്കാൻ 4 ബംഗാളി മതി, ഒരു ദിവസം മതി, നല്ലൊരു മെഷീനും മതി. പണിയാൻ പാടാ, പൊളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് ഒരു വൈദഗ്ധ്യമില്ലാത്തവർ പൊളിക്കാൻ പറ്റും. പണിയണമെങ്കിൽ വൈദഗ്ധ്യം ആവശ്യമാണ്, എഞ്ചിനീയറിംഗ് ടെക്നോളജി ആവശ്യമാണ്. അതിന് കർത്താവിനെ കൂട്ടുപിടിച്ചോണം എന്ന് പറഞ്ഞ് ഞാൻ മുന്നിലേക്ക് പോകട്ടെ. രണ്ടുപേരോടും കൂടെ ഒരൊറ്റ വാക്കൂടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് കൃത്യം പറയും. സ്ത്രീയോട് പറയുന്നു, എഫേസ്യ ലേഖനത്തിൽ ഭാര്യയോട് പറയുന്നു, നീ നിന്റെ ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താവിനോട് പറയുന്നു, നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഇതിന് രണ്ടും ഒത്തിരി അർത്ഥമുണ്ട്. അതായത് ജോസ് പറയുമെന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാം. എങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഈ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അച്ഛൻ എന്നോട് സ്നേഹമില്ലാത്തവരാണ്. മക്കളെ തിരിച്ചറിയുന്ന ഷാലു ഒത്തിരി സംസാരിക്കുന്ന ആളല്ലെന്നുള്ള എൻ്റെ അറിവ്. എൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി സംസാരിക്കുന്നത് അറിഞ്ഞുകൂടാ. പുള്ളി വളരെ മിതമായി സംസാരിക്കുന്ന ആളാണ്. മോളൊരു 15 വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വാക്കേ പുള്ളി പറയുള്ളായിരിക്കും. അത് എൻ്റെ ഒരു അറിവാണ്. ചിലപ്പം നമുക്ക് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് പുള്ളി ഭയങ്കര ടോക്കേറ്റീവ് ആയിരുന്നു അറിയാൻ പറ്റുന്നത്. സ്നേഹം കുറഞ്ഞു, സ്നേഹം അന്വേഷിക്കാത്ത ഞാൻ ചിന്തിക്കും, പാസ്റ്റർമാരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, ഒരു മനുഷ്യനും ഞങ്ങൾ ഇത്രയും ചക്ക് തുറന്ന് കാണിച്ചിട്ട് ഈ സഭയിലുള്ളൊരു വിശ്വാസിക്കും. അച്ഛന്മാർ പറയുന്ന കാര്യം, അപ്പന്മാർ പറയും ഭാര്യച്ചനോട് ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട്. സോ എവരിവൺ ലുക്ക് ഫോർ ലവ്. സ്നേഹം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ ഒരു തിരിച്ചറിവുണ്ടാകണം, മോളെ പ്രതീക്ഷിക്കുന്നത് പോലെ മോളെ സ്നേഹിക്കാൻ ശാലു പറ്റില്ല. ഉറപ്പാണ്. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിച്ചാൽ പോലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അടുത്ത് വരുന്നില്ല. കാരണം നമ്മുടെ പ്രതീക്ഷ നോക്കുന്നത് എല്ലാറ്റിനും അപ്പുറത്ത്, നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തുള്ള സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശാലുവിന് പ്രതീക്ഷയുണ്ട്, ബഹുമാനത്തെക്കാൾ എൻ്റെ ഭാര്യ എന്നെ മാത്രം സ്നേഹിക്കണം. എന്തുകൊണ്ട് ആരെങ്കിലും ഫോൺ വിളിക്കുന്നത്, ഈ വിവാഹനിശ്ചയം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്ന കുട്ടികൾ, ഭർത്താവ് ഒരു പെൺകൊച്ചു കഴിഞ്ഞിട്ട് ഒരു മരണം ഉണ്ടാകാനുള്ള കാരണം വിവാഹനിശ്ചയം കഴിഞ്ഞ പയ്യൻ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ് ആണ്. കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ വിളിച്ചു, അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവർ വിചാരിച്ചപ്പോൾ വേറെ ആരുടെ കൂടെ പോയതാണ്. അങ്ങനെ സംഭവിക്കും. അവരും പ്രതീക്ഷിക്കും സ്നേഹം, നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് സ്നേഹം. ഞാൻ തിരുവചനത്തിൽ ഒരു കാര്യം പറയാം. ഭർത്താക്കന്മാരോട് പറയുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എന്താ സ്നേഹത്തിന്റെ അർത്ഥം അറിയാമോ? ഇറ്റ് ഈസ് എ സാക്രിഫിഷ്യൽ ലവ്. ത്യാഗപൂർണമായ ഒരു സ്നേഹമല്ലാതെ മറ്റൊരു സ്നേഹവും കുടുംബത്തെ പിടിച്ചു നിർത്തില്ല. തിരിച്ചറിയണം, കുടുംബത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ത്യാഗോന്മുഖമായ ഒരു സ്നേഹം, അത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കാൻ പറ്റണം. ഇനി അങ്ങനെ ആണെങ്കിലും ഞാൻ പറയാം, എൻ്റെ ഭാര്യ പ്രതീക്ഷിക്കുന്ന പോലെ ഭാര്യ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ അവൾക്കും പറ്റില്ല. പക്ഷെ ഒരാളുടെ കാര്യം പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെ ഒരു
പടിയോട് അപ്പുറത്ത് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ആ കക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഓരോ സന്ധ്യയ്ക്കും ഇറങ്ങി വരും. അവൻ നമ്മുടെ ഇമ്പമാകണം. നിങ്ങളുടെ കുടുംബത്തിൽ മുപ്പിരിച്ചരം വേഗത്തിൽ അറ്റുപോകില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ദൈവമാണ്, രണ്ടാമത് കുടുംബമാണ് എന്ന് പറയാൻ പറ്റണം. മൂന്നാമതാണ് ശുശ്രൂഷ. ഒന്ന് ദൈവം, രണ്ട് കുടുംബം, മൂന്ന് ശുശ്രൂഷ. അത് തിരിച്ചറിയണം. എൻ്റെ പ്രിയ കേൾവിക്കാരെ, ഷാലുവിൻ്റെയും സൂസന്റെയും വിവാഹമാണ്. ചില നിമിഷങ്ങൾക്ക് ശേഷം അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഒന്നിച്ചു ചേർക്കട്ടെ എന്ന് പറയും. നമുക്ക് അവരോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. പക്ഷെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുമോ എന്ന് വിചാരിച്ച് ആരെങ്കിലും മനസ്സിൽ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പടിയൂടെ അപ്പുറത്ത് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നത് എൻ്റെ കർത്താവിന് മാത്രമാണ്. ഒരു പിക്ചറിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, ഹൗ മച്ച് ഡു യു ലവ് മീ? നീ എന്നെ എത്രയും സ്നേഹിക്കുന്നുണ്ട്? അപ്പൊ കർത്താവ് പറയുന്നു, അവൻ രണ്ട് കൈകളെയും നീട്ടി, ഐ ലവ് യു ദിസ് മച്ച്. രണ്ട് കരങ്ങളെയും ആണിക്കേൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഇതൊരു സുവിശേഷത്തിന്റെ വിവാഹമാണ്. യേശു കർത്താവിന്റെയും സഭയുടെയും വിവാഹത്തിന്റെ മുന്നോടിയാണ്. ആ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ട് ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ നിങ്ങൾ മടങ്ങിപ്പോകാനിടയാകരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഒരു സ്റ്റെപ്പോടെങ്കിലും അപ്പുറത്ത് ഒരു പടി കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാമെന്ന് വിചാരിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നവനാണ് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിൽ, പാട്ടുകാരൻ പാടുന്നുണ്ട്, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല. അതിന് കാരണം നീ നിന്റെ ജീവൻ കൊടുത്ത് എന്നെ സ്നേഹിച്ചല്ലോ. എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാൻ ഞാനൊരു കർത്തൃത്വത്തിൽ എന്നുള്ള നിലയിൽ നിങ്ങളോടുള്ള ബഹുമാനത്തിന് ആവശ്യപ്പെടട്ടെ. Would you please close your eyes? ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന്റെ സന്ധ്യകളിൽ എത്തി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഓരോ സന്ധ്യയിലും നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരാള് ഈ പകലിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കർത്താവിനോട് പറയണം, പ്രശ്നമുണ്ട്, സഹായിച്ചിട്ടേ പോകാവൂ, ഇന്ന് ഞങ്ങളുടെ കൂടെ പാർക്കണം. രണ്ട്, സ്നേഹമന്വേഷിച്ച് ആർക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഒരു മുറി കയറിലോ ഒരു കൈത്തുണ്ടിലോ അതല്ലെങ്കിൽ അല്പം വിഷത്തിലോ ട്രെയിനിന്റെ വീലിനടിയിലോ ജീവനം തീർക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് അവസാനമല്ല. നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല, കരുതാൻ പറ്റുന്ന ഒരാളുണ്ട്. അത് സ്വർഗോന്നതങ്ങളെ വിട്ട് താണഭൂമിയിലേക്ക് വന്ന് എനിക്കും നിനക്കും വേണ്ടി പ്രാണനെ വെച്ച് തന്ന എൻ്റെ കർത്താവ്. ആ കർത്താവിനോട് നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം യേശു കർത്താവ് സഭയും തമ്മിലുള്ള വിവാഹത്തെ പ്രതിദാനം ചെയ്യുന്നെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കേണ്ടത് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ കർത്താവ് വരും. ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, ആ സ്നേഹമൊന്ന് സ്പർശിച്ചറിയാൻ, തകർച്ചയൊന്ന് മാറ്റാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഈ വിവാഹത്തിന്റെ ഹോളിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളുടെ ഈ ഭൃത്യന്മാർ ഒന്നിച്ച് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ സ്നേഹം തിരിച്ചറിയാത്ത ആരെങ്കിലും സ്നേഹം അന്വേഷിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ പകലിൽ അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് മടങ്ങിപ്പോകട്ടെ. ജീവിതത്തിന്റെ സന്ധ്യകളിലെത്തി ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ, തിരുമേനിയുടെ പ്രകാശം അവരുടെ ജീവിതത്തെ പ്രകാശപൂർണിതമാകട്ടെ. തകർച്ചകൾ അങ്ങയാൽ കഴിയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അതെ. നമ്മുടെ കലാസെമിനാരിയിലെ വിദ്യാർത്ഥിയാണ് ഷാലു. അദ്ദേഹത്തിന് ഞാൻ സകല പങ്കുകളും നേരുന്നു. കർത്താവ് നിങ്ങളെ ഒന്നിച്ച് ചേർക്കുകയും ഒന്നിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട കുടുംബങ്ങൾക്ക് വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ.